കേരളത്തിലൊരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസം എത്ര രൂപ ചിലവ് വരും? മക്കളുടെ പഠനം, വീട്ടുചിലവ്, ഭവന വാഹന വായ്പകൾ, അങ്ങനെ സാധാരണ മലയാളിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അല്പം പ്രയാസമല്ലേ? അതുകൊണ്ടാണ് പലരും നാട് വിടുന്നത് തന്നെ. ചിലർ കുടുംബസമേതം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറും. എന്നാൽ മക്കളെ നാട്ടിൽ നിർത്തി 2 രാജ്യങ്ങളിലായി തൊഴിൽ ചെയ്യുന്ന നിരവധി ദമ്പതികളുണ്ട് ഇവിടെ. പക്ഷെ പണമൊക്കെ സമ്പാദിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന കുട്ടികളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇടുക്കി വാഴത്തോപ്പിലൊരു വീട്ടിൽ സംഭവിച്ച ദുരന്തം നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകരുത്. ഇതോടൊപ്പം IT ജീവനക്കാരായ ഭാനു ചന്ദറിൻ്റെയും ഭാര്യ ബീബിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ദുരന്തവും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഭാര്യയും ഭർത്താവും 4 മക്കളും അടങ്ങിയ ഒരു കുടുംബത്തിൻ്റെ കഥയിലേക്കാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെയും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികൾ പിന്നീട് മക്കളെ വളർത്താനുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം 2 പേരും 2 രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോയി. മൂത്ത 2 മക്കളെ ഹോസ്റ്റലിലും ഇളയ കുട്ടികളെ ഭാര്യയുടെ വീട്ടിലുമാണ്. അതിനിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പതിയെ ഇരുവരും പരസ്പരം അകന്നു. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്ന് നാട്ടിൽ വന്ന സിബു ജോസഫ് മക്കളെ കാണാനായി ഭാര്യയുടെ വീട്ടിലെത്തി. കുട്ടികളെ തനിക്കൊപ്പം വിടണമെന്ന് ആവശ്യപ്പെട്ടതോടെ സിബുവും ഭാര്യാപിതാവുമായി തർക്കം. അതിനിടെ അയാൾ ഭാര്യാപിതാവ് ബോസ് മാത്യുവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. സാരമായി പരിക്കേറ്റ ബോസ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ മരുമകൻ ഉഴവൂർ സ്വദേശി സിബു ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഴത്തോപ്പ് മുളകുവള്ളി മാടവനയിൽ ബോസ് മാത്യുവിനാണ് പരിക്കേറ്റത്. ഇടതു നെഞ്ചിൽ കുത്തേറ്റ ബോസ് മാത്യുവിനെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയ മരുമകൻ ഉഴവൂർ സ്വദേശി സിബു ജോസഫ് ഇടുക്കി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതി സിബു ജോസഫും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. ഇരുവരും വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് 4 കുട്ടികളാണുള്ളത്. ഇതിൽ 2 കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. മറ്റു 2 കുട്ടികൾ മുളകുവള്ളിയിൽ മാതാവിൻ്റെ വീട്ടിലും കഴിയുന്നു. 10 ദിവസത്തെ അവധിക്കായി നാട്ടിലെത്തിയ സിബു കുട്ടികളെ കാണാനാണ് ഭാര്യ വീട്ടിൽ എത്തിയത്. കുട്ടികളെ തനിക്കൊപ്പം വിടണം എന്ന് ആവശ്യപ്പെട്ടതോടെ ഇയാളും ഭാര്യാപിതാവുമായി തർക്കമുണ്ടാവുകയായിരുന്നു. തർക്കം മൂത്തതോടെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ബോസ് മാത്യുവിനെ സിബു കുത്തിപ്പരിക്കേൽപ്പിച്ചത്. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ബോസ് മാത്യുവിനെ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു സമയത്തിനകം പ്രതി സിബു ജോസഫ് ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾ ആക്രമണത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ജോലിയും നല്ല സാമ്പത്തിക സ്ഥിതിയുമൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷകരമായിരിക്കുമോ? നമ്മുടെ വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ച് ഇടയ്ക്ക് ചിന്തിക്കാറുണ്ടോ? ജോലി തിരക്കിനിടയിൽ നന്നായി ജീവിക്കാൻ പലരും മറന്നു പോകാറുണ്ട്. പങ്കാളിയെ സ്നേഹിക്കാനോ സംസാരിക്കാനോ സമയം പോലും കിട്ടാത്ത അവസ്ഥയാണ്. IT ജീവനക്കാരായ ഭാനു ചന്ദർ റെഡ്ഡിയുടെയും ഭാര്യ ബീബി ഷാസിയുടെയും ദാമ്പത്യത്തിൽ അതായിരിക്കും സംഭവിച്ചത്. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവർ. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ മുതൽ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. അതിനിടെയാണ് ആ ദുരന്ത വാർത്ത കേട്ടത്. ബംഗളൂരുവിൽ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഭാര്യയും ജീവനൊടുക്കി. തെലങ്കാന സ്വദേശി ഭാനു ചന്ദർ റെഡ്ഡി, ഭാര്യ ബീബി ഷാസിയ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം അന്വേഷിച്ചു വരികയാണ് പോലീസ്. തെലങ്കാനയിൽ നിന്നുള്ള യുവദമ്പതിമാരുടെ ആത്മഹത്യയിൽ നടുങ്ങിയിരിക്കുകയാണ് IT നഗരം. ഭർത്താവ് തൂങ്ങിമരിച്ചതിനെ തുടർന്ന് ഭാര്യ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കുകയായിരുന്നു.
തെലങ്കാന സിദ്ദിപ്പേട്ട സ്വദേശി ഭാനുചന്ദർ റെഡ്ഡി, ഭാര്യ ബീബി ഷാസിയ സിറാജ് എന്നിവരാണ് മരിച്ചത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഭാനു റെഡ്ഡിയും IBMലെ ജീവനക്കാരിയായ ബീബി ഷാസിയയും ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച ബീബി ഷാസിയ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഏറെ നേരം വാതിലിൽ മുട്ടിയിട്ടും പ്രതികരണമുണ്ടായില്ല. ഇതോടെ യുവതി സെക്യൂരിറ്റി ജീവനക്കാരനെയും അയൽക്കാരെയും വിവരമറിയിച്ചു. തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്നതോടെയാണ് ഭാനു റെഡ്ഡിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു തൊട്ടു പിന്നാലെ കെട്ടിടത്തിന്റെ 17ാം നിലയിൽ നിന്ന് ചാടിയാണ് ഭാര്യയും ജീവനൊടുക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കം അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 ബംഗളൂരു. നിങ്ങളുടെ മക്കളെ വഴക്ക് പറഞ്ഞ് ശിക്ഷിച്ചുമൊക്കെയാണോ വളർത്താറുള്ളത്? വീട്ടിൽ വടിയെടുത്തില്ലെങ്കിൽ സ്കൂളിലും പുറത്തുമൊക്കെ കുട്ടികൾ വികൃതികൾ കാണിക്കാം. ഇത് കാണുമ്പോൾ അധ്യാപകർ അവരെ വഴക്ക് പറഞ്ഞേക്കാം. അതിൻ്റെ പേരിൽ അധ്യാപകരെ തല്ലാനിറങ്ങുന്ന രക്ഷിതാക്കളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇടുക്കി തങ്കമണിയിൽ മകനെ വഴക്കു പറഞ്ഞെന്നാരോപിച്ച് രക്ഷകർത്താവും സുഹൃത്തും ചേർന്ന് അധ്യാപകനെ വീട്ടിൽ കയറി ആക്രമിച്ചു. മർദ്ദനമേറ്റ അധ്യാപകൻ തങ്കമണി സ്വദേശി ലിൻസ് ജോർജ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മദ്യലഹരിയിലാണ് ശരത്തും സുഹൃത്തും ആക്രമണം നടത്തിയതെന്നാണ് പരാതി. ഇങ്ങനെ സാറിനെ തല്ലുന്ന അച്ഛന്മാർ മക്കൾക്ക് എന്തു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് കൂടി ഓർക്കണം കേട്ടോ. ഇടുക്കി തങ്കമണിക്ക് സമീപമുള്ള സ്വകാര്യ സ്കൂളിലെ അധ്യാപകൻ പുഷ്പഗിരി സ്വദേശി കളരിക്കൽ ലിൻസ് ജോർജിനാണ് വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൽ നിന്ന് മർദ്ദനമേറ്റത്. 1ാം ക്ലാസ്സുകാരനായ തന്റെ മകനെ വഴക്കു പറഞ്ഞുവെന്നാരോപിച്ച് പുഷ്പഗിരി മാക്കൽ ശരത് ശശിയും സുഹൃത്തും ചേർന്ന് വീട്ടിലെത്തി ആക്രമിച്ചതായി മർദ്ദനമേറ്റ അധ്യാപകൻ ലിൻസ് ജോർജ് പറഞ്ഞു. 7 വർഷമായിട്ട് ഞാൻ അധ്യാപകനായിട്ട് അപ്പോൾ എന്നെ മർദ്ദിച്ച് ശരത്തിനെയും ഞാൻ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിയെയും ഞാനിപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊച്ചിനെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ വിദ്യാർത്ഥിയായ ഈ ആള് എന്നെ മർദ്ദിച്ചത്. കുട്ടിയുടെ രക്ഷിതാവ് ശരത് ശശിയും സുഹൃത്തും ചേർന്ന് മദ്യപിച്ച് വീട്ടിലെത്തി മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് ആക്രമിച്ചതായാണ് അധ്യാപകൻ തങ്കമണി പോലീസിന് നൽകിയ മൊഴി. ശരീരത്ത് ക്ഷതമേറ്റതിനെ തുടർന്ന് ആദ്യം തങ്കമണി സഹകരണ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇരുവരും തമ്മിൽ മുൻ വൈരാഗ്യമില്ലായിരുന്നു എന്നാണ് ലിൻസ് പറയുന്നത്. ലിൻസ് പണ്ട് ശരത്തിനെയും ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതായാണ് വിവരം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല എന്നും വിശദമായ അന്വേഷണത്തിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തങ്കമണി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ നാട്ടിൽ നിയമവും നിയമ സംവിധാനങ്ങളും ശക്തമാണെങ്കിൽ മാത്രമേ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ കഴിയൂ. പോക്സോ കേസുകളിൽ അതിവേഗത്തിൽ വിധിയും ശിക്ഷയും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില കേസുകളിലെങ്കിലും പ്രതികൾ നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. ചിലപ്പോൾ കഠിനമായ ശിക്ഷ ലഭിക്കാതെ പുറത്തിറങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ എന്താണ് സംഭവിച്ചത്? ഒരു പോക്സോ കേസിൽ പ്രതിക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും മാത്രമാണ് കോടതി ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയുടെ അച്ഛൻ്റെ കടയിൽ വെച്ച് ആരുമില്ലായിരുന്ന സമയത്ത് ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഷീദിനായ കുറ്റം. ഈ കേസിൽ 2 വർഷം തികയും മുൻപ് പ്രതിക്ക് ശിക്ഷ വിധിച്ചു എന്നത് ആശ്വാസകരമാണ്. വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെയാണ് 5 വർഷം കഠിന തടവിനും 15,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. വടക്കേ തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ട് സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് കോടതി ശിക്ഷിച്ചത്.
ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി സുരേഷ് PM ആണ് വിധി പ്രസ്താവിച്ചത്. പിഴ തുക അടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവ് കൂടി അനുഭവിക്കണം. മെയ് 3 കേസിനാസ്പദമായ സംഭവം. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 11 വയസ്സുകാരി പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ ഒറ്റയ്ക്കിരുന്ന സമയത്ത് സാധനം വാങ്ങാനെന്ന വ്യാജേന എത്തിയ പ്രതി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. പോക്സോ ആക്ട് പ്രകാരമാണ് ശിക്ഷ വിധിച്ചത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ സബ് ഇൻസ്പെക്ടർ ബിപിൻ എന്നാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ A ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിന് കുരുക്കുമുറുകുകയാണ്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ അതിജീവിതയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി. പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. പ്രശോഭിനെതിരായ തെളിവ് ശേഖരണവും പോലീസ് ആരംഭിച്ചു. ഡിജിറ്റൽ തെളിവുകളാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിനെതിരെയുള്ള പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ വിശദമായ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് മൊഴിയെടുത്തത്. പ്രശോഭിനെതിരായ തെളിവ് ശേഖരണവും പോലീസ് ആരംഭിച്ചു. ഡിജിറ്റൽ തെളിവുകളാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. യുവതിയുടെ പീഡന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെ പ്രശോഭ് ഒളിവിലാണ്. പ്രശോഭിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മുൻകൂർ ജാമ്യത്തിനായാണ് പ്രശോഭ് ഒളിവിൽ കഴിയുന്നതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാൾ സംസ്ഥാനം വിട്ടു പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്താണ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭ് യുവതിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് കേസ്. യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ MP-മാരായ ഷാഫി പറമ്പിൽ, BK ശ്രീകണ്ഠൻ എന്നിവർക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിലിന്റെയും പേര് പറഞ്ഞ് തന്നെ പ്രശോഭ് ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതി മൊഴി നൽകിയത്. ഷാഫിയെ പ്രശോഭ് വീഡിയോ കോൾ ചെയ്ത് തന്നെ കാണിച്ചിരുന്നുവെന്നും യുവതി മൊഴി നൽകിയിരുന്നു. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതോടെ പ്രതിക്കെതിരെയുള്ള നിയമക്കുരുക്ക് മുറുകുകയാണ്. സംഭവം പാലക്കാട് രാഷ്ട്രീയമായും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് തിരുമിറ്റക്കോട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസ് പോലീസിനെ കുറേ വട്ടം കറക്കിയതാണ്. കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയെങ്കിലും ആരാണ് സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഒടുവിലെത്തിയത് മുഹമ്മദ് അലിയുടെ ബന്ധുവിലേക്കായിരുന്നു. കേസിൽ മുഖ്യപ്രതി സിയാസ് പിടിയിലായതോടെ തട്ടിക്കൊണ്ടുപോകൽ കേസിൻ്റെ ചുരുളുമഴിഞ്ഞു. സിയാസിനെ സംരംഭങ്ങളിൽ നിന്നും മാറ്റിയതിൻ്റെ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ. കേസിൽ പ്രതി സിയാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ഉന്നതതല അന്വേഷണ സംഘം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ ഡിസംബർ 6 മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ ഒരു സംഘം ആളുകൾ ആക്രമിച്ച് തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. തിരുമിറ്റക്കോട് കൊഴിക്കാട്ടിരി പാലത്തിനു സമീപത്തായിരുന്നു സംഭവം. ആദ്യം കൊട്ടേഷൻ സംഘത്തിലെ ചിലരെ അറസ്റ്റ് ചെയ്ത പോലീസ് വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് മുഹമ്മദ് അലിയുടെ അടുത്ത ബന്ധുവിലേക്കെത്തിയത്. നേരത്തെ മുഹമ്മദ് അലിയുടെ വ്യവസായ സംരംഭങ്ങൾ നോക്കി നടത്തിയിരുന്ന ചെറിയച്ഛന്റെ മകൻ സിയാസ് ആണ് തട്ടിക്കൊണ്ടുപോയി കോടികൾ കൈക്കലാക്കാൻ കൊട്ടേഷൻ നൽകിയതെന്ന് മനസ്സിലാക്കിയ പോലീസ് രഹസ്യ നീക്കങ്ങൾക്കൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് 3 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. ഉന്നതതല അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനു ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
സിയാസ് ഉൾപ്പെടെ കേസിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ 15 പേർ ഇതിനകം പിടിയിലായിട്ടുണ്ട്. സിയാസിനെ സംരംഭങ്ങളിൽ നിന്ന് മാറ്റിയതിന്റെ വൈരാഗ്യത്തിനു പുറമെ മോചനദ്രവ്യം കൂടി ലക്ഷ്യമിട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്നാണ് പോലീസ് കണ്ടെത്തൽ. 70 കോടി രൂപയാണ് സംഘം മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നത്. കോതക്കുരിശിയിൽ തടവിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മദ്യലഹരിയിൽ ഉറങ്ങിയ സമയത്താണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഭാര്യയും ഭർത്താവും തമ്മിൽ പല വീടുകളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാകാം. അതൊക്കെ അതാത് ദിവസങ്ങളിൽ പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ, അതായത് ദാമ്പത്യ പ്രശ്നങ്ങളിൽ മറ്റ് കുടുംബാംഗങ്ങൾ ഇടപെട്ടാൽ അത് ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകാം. അതാണ് മലപ്പുറത്തെ ഒരു വീട്ടിൽ സംഭവിച്ചത്. മലപ്പുറം നിലമ്പൂരിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. നിലമ്പൂർ പാലക്കയത്താണ് ഈ സംഭവം ഉണ്ടായത്. കുടുംബ വഴക്കിനിടെയാണ് ആക്രമണമുണ്ടായത്. 3 പേരുടെയും പരിക്ക് സാരമുള്ളതല്ല. പക്ഷേ പരിക്കേറ്റ 3 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് വൈകുന്നേരമാണ് നിലമ്പൂർ പാലക്കയം ആദിവാസി നഗറിൽ ഈ സംഭവം ഉണ്ടായത്. 65-കാരനായ തീരൻ്റെ മകൾ ബീന, മരുമകൻ അഭിലാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞ കാര്യം ഇപ്രകാരമാണ്. ബീനയും അഭിലാഷും തമ്മിൽ വഴക്കിടുകയായിരുന്നു. ഇതിനിടയിലാണ് തീരൻ പ്രശ്നത്തിൽ ഇടപെട്ടത്. തുടർന്ന് അഭിലാഷും തീരനും തമ്മിലായി തർക്കം. അതിനിടെ തീരൻ അഭിലാഷിനെ ആക്രമിച്ചു. പക്ഷേ അത് നേരെ ബീനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. തുടർന്ന് അഭിലാഷ് തീരനെ കത്തികൊണ്ട് വെട്ടുകയായിരുന്നു. തീരൻ തിരിച്ചും അത് കത്തിയെടുത്ത് അഭിലാഷിനെയും ആക്രമിച്ചു. അങ്ങനെയാണ് ഈ 3 പേർക്കും പരിക്കേറ്റത്. അതിനുശേഷം ഇവർ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് അവരെ തുടർ ചികിത്സകൾക്കായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തീരൻ്റെയും അഭിലാഷിൻ്റെയും കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കും. രാത്രി ഇരുട്ടിൻ്റെ മറവിൽ കവർച്ച. ഇടുക്കി തങ്കമണി സ്വദേശി ചുടലി മഹേഷ് എന്ന മഹേഷിൻ്റെ രീതിയാണിത്. അടച്ചിട്ട വീടുകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചാണ് കവർച്ച. മോഷണത്തിന് ശേഷം ബസ് തമിഴ്നാട് ഭാഗത്തേക്ക് രക്ഷപ്പെടും. എന്നാൽ കഴിഞ്ഞ ദിവസം ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ മോഷണം നടത്തി മുങ്ങിയ മഹേഷിന് പിടിവീണു. പീരുമേട്ടിൽ നിന്നാണ് വെള്ളത്തൂവൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മോഷണത്തിന് ശേഷം പ്രതി KSRTC ബസ്സിൽ കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇടുക്കി ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയുടെ വാതിൽ തകർത്ത് 1 ലക്ഷത്തിലധികം രൂപ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്കും 2-നും ഇടയിലാണ് മോഷണം നടന്നത്. ഓഫീസ് മുറിയുടെ തടിവാതിൽ കല്ലുകൊണ്ട് ഇടിച്ചു തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. CCTV പരിശോധനയിൽ തങ്കമണി മരിയാപുരം സ്വദേശി ചുഴലി മഹേഷ് എന്ന് വിളിക്കുന്നയാളാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മോഷണം നടത്തിയ ശേഷം തമിഴ്നാട് പാലക്കാട് ഭാഗങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഇയാൾ പീരുമേട്ടിലെത്തിയതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തൂവൽ പോലീസ് പിടികൂടിയത്. മോഷണത്തിനു ശേഷം പ്രതി KSRTC ബസ്സിൽ കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. തെരഞ്ഞെടുപ്പ് സമയമാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ മദ്യവും പണവും ഒക്കെ വ്യാപകമായി ഇറക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനായി കള്ളപ്പണവും വ്യാജ മദ്യവും ഒഴുക്കാൻ പ്രത്യേക സംഘങ്ങളും സജീവമാണ്. വയനാട് ബത്തേരിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ വൻ കുഴൽപ്പണ വേട്ട നടന്നു. മതിയായ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 45 ലക്ഷം രൂപയുമായി 2 പേർ പിടിയിലാണ്. കോഴിക്കോട് മുക്കം സ്വദേശികളായ മുഹമ്മദ് റഹീം എന്നിവരാണ് പണം കടത്താൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിൽ കർശനമായ പരിശോധന നടത്താനാണ് പോലീസ് നീക്കം.
കഴിഞ്ഞ ദിവസം ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുൽത്താൻ ബത്തേരി പോലീസ് പണം പിടികൂടിയത്. KL 76C 1252 നമ്പർ ഇന്നോവ ക്രിസ്റ്റയുടെ അടിഭാഗത്ത് പ്രത്യേക രഹസ്യറയിലാണ് പണം സൂക്ഷിച്ചിരുന്നത്. കോഴിക്കോട് മുക്കം നീലേശ്വരം സ്വദേശികളായ റഹീം, മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. നഞ്ചൻകോട് നിന്ന് വരുന്നതിനിടെയാണ് ഇരുവരും പണവുമായി പിടിയിലായത്. ഇതിന് മതിയായ രേഖകളും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. സ്വർണം വിറ്റ് ലഭിച്ച പണമാണെന്നാണ് പിടിയിലായവർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിൽ കർശനമായ പരിശോധനയാണ് നടക്കുന്നത്. ന്യൂസ് 18 വയനാട്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും വീറും വാശിയും അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില പ്രചാരണങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതിന് നടനും TVK അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ കേസുമെടുത്തു. വിജയ് ഉൾപ്പെടെ 500 പേർക്കെതിരെയാണ് പെരവല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രചാരണത്തിനിടെ ഗതാഗതം തടസ്സപ്പെടുത്തിയതും അനുവദിച്ചതിൽ കൂടുതൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചെന്നുമാണ് വിജയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. വിജയുടെ പ്രചാരണത്തിനിടെ പ്രദേശത്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്നാരോപിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രചാരണത്തിന്റെ ദൃശ്യങ്ങളും തെളിവായി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പെരമ്പൂർ മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ വിജയ് പ്രചാരണം ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിലാണ് വിജയ് മത്സരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റാണ് മറ്റൊരു മണ്ഡലം. കൊളത്തൂരിലെ പ്രചാരണത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതിനാണ് വിജയ്ക്കെതിരെ കേസ്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഗതാഗതം സ്തംഭിപ്പിച്ചു, ആംബുലൻസ് ഉൾപ്പെടെ കടന്നുപോകുന്നത് തടസ്സപ്പെടുത്തി തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. പൊതുസമ്മേളനത്തിൽ അനുമതിയില്ലാതെ 30-ലേറെ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചു. 5000-ലേറെ പ്രവർത്തകർ എത്തിയ പൊതുസമ്മേളനത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഫ്ലൈയിങ് സ്ക്വാഡ് ഓഫീസർ പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ കുമാർ നൽകിയ പരാതിയിലാണ് പെരവല്ലൂർ പോലീസ് 5 വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. അതിനിടെ വിജയുടെ പ്രചാരണത്തിന് പോലീസ് സുരക്ഷ ഒരുക്കിയില്ലെന്ന് കാണിച്ച് TVK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ചെന്നൈ. തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂട് പിടിക്കുകയാണ്. പ്രത്യേകിച്ച് മത്സരത്തിന് വീറും വാശിയുമുള്ള സ്ഥലങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിലേക്കാണ്. വനിതാ പ്രവർത്തകരടക്കം 4 പേർക്ക് പരിക്കേറ്റതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. പത്താംകല്ല് ഗ്രന്ഥശാലയിൽ UDF സ്ഥാപിച്ച ഓഫീസിലേക്ക് ഒരു സംഘം CPM പ്രവർത്തകർ അതിക്രമിച്ച് കടന്ന് ആക്രമണം നടത്തിയതായി കോൺഗ്രസ് ആരോപിക്കുന്നു. 15ഓളം CPM പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. നെടുമങ്ങാട് പത്താംകല്ലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. വനിതകൾ ഉൾപ്പെടെ 4 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോൺഗ്രസിന്റെ ബൂത്ത് ഓഫീസിൽ കയറി അവിടെ ഉണ്ടായിരുന്നവരെ CPM പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് പരാതി. കോൺഗ്രസ് ഓഫീസ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് വിവരം. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി.
കഴിഞ്ഞ ദിവസമായിരുന്നു പത്താങ്കല്ലിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം. തൊട്ടടുത്ത് തന്നെ LDF കമ്മിറ്റി ഓഫീസും പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾ അടക്കമുള്ളവരെ LDF പ്രവർത്തകർ അസഭ്യം പറഞ്ഞുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ച ചോദ്യം ചെയ്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരായി എന്നാണ് LDF പറയുന്നത്. പ്രദേശത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് വാട്സാപ്പ് വഴി അശ്ലീല സന്ദേശങ്ങളും ദൃശ്യങ്ങളും അയച്ച യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കണ്ണൂർ മുയ്യം സ്വദേശിയായ പുത്തൻ വീട്ടിൽ ജഗദീഷ്. നെയ്യാറ്റിങ്ങരയിൽ MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. 32 ഗ്രാം MDMAയും 18 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തത് കല്ലിയൂർ ശാന്തിവിള സ്വദേശി പ്രവീണിനെ. ആലപ്പുഴ മാന്നാറിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ജോത്സ്യൻ പിടിയിൽ. പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്തായ അമ്പലപ്പുഴ പുറക്കാട് പുത്തൻപറമ്പിൽ രജീഷ് രാമചന്ദ്രനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.